വേണ്ട 50 രൂപ കിട്ടണം. തെറിച്ചു പോയായിരുന്നു. നമസ്കാരം, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നമ്മുടെ പെരുവം പാലത്തിൻ്റെ ആ സൈഡ് കായലിൻ്റെ സൈഡിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ എവിടെ പോവാണെന്ന് വിചാരിക്കും. നമ്മൾ രാവിലെ പോകുന്നത് ഈ പെരുവം പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു വള്ളക്കടവുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മീൻ വാങ്ങാൻ പോവുക. അപ്പോൾ ഞാനുണ്ട്, ചേട്ടനുണ്ട്, കുട്ടനുണ്ട്, ഞങ്ങൾ 3 പേരോടാണ് പോകുന്നത്. അപ്പോൾ അവിടെ വലിയൊരു പുളിമരം, ആ പുളിമരത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നുണ്ടോ, പടർന്ന് പന്തലിച്ച് നിൽക്കുക. അപ്പം നമുക്ക് പോകാം. പണ്ട് അതിൻ്റെ ചുവട്ടിൽ പഴുത്ത പുളി, അപ്പോൾ അത് കഴിക്കാമെന്ന് കരുതി പറക്കിയെടുക്കുക കേട്ടോ. കുറേ കഴിയുമ്പോൾ ഒന്ന് പറക്കി കഴിക്കാമല്ലേ. പണ്ട് കൊച്ചുനാളിലൊക്കെ പുളിയൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അവരെ ഓർമ്മ അവിടെ ചേട്ടനോടെ 2-3 പറക്കുന്നു. അപ്പോൾ നമുക്ക് പോകാം. ഈ വാങ്ങാനായിട്ട് നമ്മൾ പോകും. നമ്മളിപ്പോൾ കായലിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയേ പോകണം. നമ്മൾ വണ്ടി കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ പാർക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതുവഴി കയറിയാൽ നമുക്ക് റെയിൽവേ പാളത്തിൽ കയറാം. പെരുവം പാലമാണില്ല കാണുന്നത്, നമ്മുടെ എടച്ചാൽ പാലം. ഇപ്പം പുതിയതായിട്ട് വരുന്ന പാലമാണ്. അതിൻ്റെ ഇനി ഒരു 2 കാലും കൂടെ റെഡിയാവാനുണ്ട്. റെഡിയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വള്ളത്തേലൊന്നും കയറണ്ട, ജങ്കാറിൽ കയറണ്ട, ഞങ്ങൾക്ക് നേരെ കൊല്ലം പിടിക്കാം ഒറ്റ ട്രിപ്പായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ജങ്കാറിനൊക്കെ കാത്തിക്കുന്നത്. ഇപ്പോൾ കുറേ മാസം കൊണ്ട് ഒരു മാസത്തിൽ കൂടുതലായി ജങ്കാറില്ല ഇല്ലയോ. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊല്ലത്ത് പോകാനുള്ള ഏക വഴിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെല്ലാനുള്ളത് റെയിൽവേ പാളമാണ്. ഇപ്പം ട്രെയിന് പോകാൻ പറ്റാത്തവർ ഈ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാലവും കൂടെ ബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊല്ലത്തെത്താം. കൊല്ലത്തോ തിരുവനന്തപുരത്തിന് ബസ് കയറണമെങ്കിലും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ അല്ല. അതിനല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ പാളത്തെ കയറി പോകണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് പോകുന്നതും പ്രായം ചെന്നവർ പോകുന്നത് ഭയങ്കര കാറ്റുള്ള സമയമാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇതുവഴിയൊക്കെ ഇറങ്ങിപ്പോകുന്നത്. അതാണ്ട് നല്ലൊരു വഴിയാണ്. ഇതിലൂടെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ വരണം. അപ്പം നമ്മൾ കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാം. നമ്മൾ മീൻ മേടിക്കാൻ പോകാൻ 2 കൂടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വള്ളക്കാർ പോയി കാണത്തില്ല. ഒരു 7 മണി വരെയൊക്കെ കാണും. 7-7:30 വരെയൊക്കെ വള്ളക്കാർ കാണും. അവിടെ ഈ ഓളം കണ്ടോ, ചവറുകളെല്ലാം കൂടെ വന്ന് ഈ മൂലയ്ക്ക് അങ്ങ് അടിയും. എന്നിട്ട് ഇറക്കമാകുന്ന സമയത്ത് ഇവരെല്ലാം കുറേയൊക്കെ പോവും, കുറേയൊക്കെ ഇവിടെ അടിഞ്ഞു കിടക്കും. ഏറ്റത്തിന് വന്ന് കയറുന്ന കുറേ സാധനങ്ങളാണ്. ഇപ്പം നല്ല കാറ്റുണ്ട്. ഇതുവരെ സൂര്യൻ ഉദിച്ച് മുകളിൽ വന്നു, പക്ഷെ അത് അതിൻ്റെയൊക്കെ മേഘം മൂടി കിടക്കുക. ഇതാണ് ഇവിടെ നല്ല ശീലാന്തികളൊക്കെ ഉണ്ട്. ഈ ശീലാന്തികളെല്ലാം വെള്ളത്തിലോട്ട് പടർന്ന് കിടക്കുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ ശീലാന്തികളാണ്ട് ഇത്രയും കാലത്തിലുള്ളൊക്കെ വളഞ്ഞ് വന്ന് കിടക്കും. അതുകൊണ്ട് ഈ തണലിലൊക്കെ മീൻ കാണും, പക്ഷെ ഈ വല കൊണ്ടൊന്ന് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാർ കയറത്തില്ല. ഇതുവഴി നമുക്ക് എപ്പോഴും കയറിപ്പോൾ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു ഷാപ്പാണ്, ആരോ നടത്തുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ വന്ന് നല്ല ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കും. ഷാപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഉച്ചയ്ക്ക് നല്ല മീനും കപ്പയും ഒക്കെ കിട്ടുന്ന ഷാപ്പാണ്. അപ്പോൾ ഇവിടെ വന്ന് ആൾക്കാരൊക്കെ, ദൂരെയുള്ള ആൾക്കാരൊക്കെ വിശന്ന് വരുമ്പം ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകും ആൾക്കാർ. ഇല്ലേ ചേട്ടാ? ഇത് പേഴന്തുരുത്തിലെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഷാപ്പാണ്. ഇവിടെ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ശരിക്കും ആൾ വരുന്ന ഒരു ഷാപ്പാണ്. നല്ല കായൽ മത്സ്യങ്ങൾ, മാലായും കണമ്പും കരിമീനും ഒക്കെ കറി വെച്ച് കഴിക്കാനായിട്ട് ആൾക്കാർ വരും. അങ്ങനെ ചേട്ടാ കയറിയിട്ടുണ്ട്. മണ്ണുമായിട്ട് വരുമ്പം പണ്ട് ചേട്ടന് കായലിൽ കൂടെ മണ്ണ് കൊണ്ടുപോകുമായിരുന്നു. നമ്മുടെ തെക്കും ഭാഗം നീണ്ടകരയൊക്കെ മണ്ണ് കൊണ്ടുപോകുമായിരുന്നു. അപ്പം മണ്ണെന്ന് പറഞ്ഞാൽ മണല്, നമ്മൾ ആറ്റിൽ നിന്ന് വരുന്ന മണൽ കൊണ്ടുപോകുമായിരുന്നു. അപ്പം അപ്പോഴേ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ വിശപ്പൊക്കെ ആവുമല്ലോ, വെള്ളത്തിൽ വരുമ്പോൾ ഭയങ്കര വിശപ്പാവും. അപ്പോൾ ഇവിടെയൊക്കെ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് കായലിലോട്ട് ഇറങ്ങാനുള്ളൊരു സ്റ്റെപ്പ് ഉണ്ടോ. കായലിൽ ഇറങ്ങത്തില്ല, വരുന്നവർക്ക് ഇറങ്ങി നിന്ന് ചുമ്മാ കാല് കഴുകിയൊക്കെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് വള്ളങ്ങൾ കൊണ്ടടിപ്പിക്കും. ഇവിടെ വള്ളക്കാർ വരുമ്പം അവർക്ക് വല്ല ആഹാരം കഴിക്കുന്നതിന് വേണ്ടി. അതെ,
കെട്ടിയതാണ്, നമുക്ക് സ്റ്റെപ്പ് ആ പോലെ പാലം കെട്ടി. ആ പാലം പൂർത്തിയായി എന്ത് ഭംഗിയായി ഇപ്പൊ നമ്മുടെ അക്കരയ്ക്കര പാലം ഒരു പ്രത്യേകത ഭംഗി ആ പാലം വന്നപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ പാളവും രണ്ട് പാളമാണ് അപ്പുറം ഇപ്പുറമായിട്ട്. ഇപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ താഴെ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. കുറച്ച് മേളിൽ കയറി കഴിയുമ്പോൾ തൊട്ടടുത്ത് ഈ ഷാപ്പ് കുറച്ച് അപ്പുറത്തെ കരയ്ക്കട്ടു പട്ടംതുരുത്തിലേക്ക് മാറി. അതും ഇതേപോലെ കായലിൻ്റെ അരുവിലാണ്. അവിടെ നല്ല സൗകര്യമാണ്. എടച്ചാൽ എന്ന് പറയും, എടച്ചാൽ പാലം. എടച്ചാൽ പാലത്തിൻ്റെ അടുത്താണ്. അപ്പൊ ഇതിപ്പോ അവിടെ അടവാല്ലയോ? കുറെ വർഷം കൊണ്ട് ഇതിപ്പോ ഇവിടുന്ന് മാറ്റിയതാ. അപ്പൊ നമ്മൾ പെരുവൻ പാലത്തെ കയറുന്ന വഴിയാണ്. നമുക്ക് താഴെ വരുമ്പോൾ ഉള്ള വഴിയായത്. നമ്മളാ ആ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ വന്ന് ഈ കായൽവാരത്തൂടെ വന്ന വഴി കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിലേ കയറി, ഇവിടെ കയറി കുറേ സ്റ്റെപ്പുണ്ട്. മേളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്പുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുന്നത് പാലത്തിലാണ്. ഇതാണ് പെരുമൺ പാലം എന്ന് പറയുന്നത്. അതായത് അഷ്ടമുടി കായലിൻ്റെ കുറുകെയുള്ള ഒരു പാലമാണ്. ഈ പാലത്തിൽ നിന്നാണ് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞത്. അന്ന് ഒരുപാട് 105 പേരോളം മരണപ്പെട്ട് നാട്ടുകാരും ഉണ്ടായിരുന്നവർ പലരും അങ്ങനെ ദുഃഖത്തിലാക്കിയ ഒരു പാലത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾ ഈ പറഞ്ഞത്. 1988 ജൂലൈ 8 എന്നാൽ ഇതിന് സ്മാരകമൊക്കെ ഉണ്ട് താഴെ. എല്ലാ വർഷവും ദുഃഖാചരണം നടത്തും. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുക. അതുവഴിയാണ് പോകും നമ്മൾ. അവിടെ അതിൻ്റെ സ്മാരകമുണ്ട്. സ്മാരകം എന്ന് പറഞ്ഞാൽ ഓർമ്മയ്ക്കായിട്ടൊരു ചെറിയൊരു സ്മാരകം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് അവിടെയും ഉണ്ട്, അക്കരയുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുണ്ട്. അന്നൊക്കെ കുട്ടൻ ജനിച്ചിട്ട് പോലും ഇല്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞ് കേട്ട് കഴിവുകൾ. അപ്പം നമ്മളെക്കാളും ചരിത്രം അവനറിയാം അന്ന് നടന്ന സംഭവത്തെ പറ്റി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നില്ല കേട്ടാ, സൗണ്ട് കേൾക്കുന്നു. ട്രെയിൻ വരുമ്പോൾ നമുക്ക് കൂട്ടിൽ കയറി നിൽക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നല്ല കാറ്റ് സമയത്ത് നമുക്ക് ഇതിലൂടെ സാരി കൊടുത്തുകൊണ്ട് നടക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു ട്രെയിൻ വരുന്നുണ്ടേ, നമുക്ക് പെട്ടെന്ന് നടന്നൊന്ന് കൂട്ടിൽ കയറാം. കുഴപ്പമില്ല, ഇവിടെ നിന്നാലും പ്രശ്നമില്ല. പക്ഷേ ഇതാണ് നമ്മുടെ കൂട്. ഇവിടെ ഇല്ല കൂട്ടാ. നമുക്ക് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് ഈ കൂട്ടിനകത്ത് കയറിക്കാം. അന്നേരം നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. പേടിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ട്രെയിൻ അത് കഴിഞ്ഞാൽ വഴിക്ക് പോകുമ്പോൾ നമ്മളിവിടെ കയറിയിരിക്കും. അപ്പം നമുക്ക് വീണ്ടും പോകാം. അടുത്ത ട്രെയിൻ വരികയാണെങ്കിൽ അതുപോലെ നമ്മൾ കൂട്ടിനകത്ത് കയറിയിരിക്കും. നമ്മൾ പെരുവൻ പാലത്തിൻ്റെ അഷ്ടമുടി കായലിൻ്റെ കുറുകെ ഒരു പാലം വരുന്നുണ്ട്. അതിൻ്റെ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പടി കൂടെ ഉള്ളൂ. ഇപ്പോൾ ഈ വർഷം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തുരുത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അത്. നാടിലെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു പാലമാണ്. നമുക്ക് പാളം ക്രോസ് ചെയ്ത് കായലിലോട്ട് പോകാം. അടുത്ത പാളവും ക്രോസ് ചെയ്യണം. ഈ പാലത്തിൽ നിന്നാണ് ഐലൻഡ് എക്സ്പ്രസ് പറഞ്ഞത് 1988 ജൂലൈ 8. അന്ന് ഒരു പാലമേ ഉള്ളായിരുന്നു. രണ്ടാമത്തെ റെയിൽവേ ട്രാക്ക് പിന്നാണ് വന്നത്. ഈ പാലത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോയി. ഇവിടെ ഏകദേശം അന്നൊരു 20-25 അടി താഴ്ചയോളം ഉള്ള ഭാഗങ്ങളാണ് കേട്ടോ. അങ്ങനെയാണ് ഒരുപാട് പേര് മരണം സംഭവിച്ചത്. അത് നമ്മൾ ആ സൈഡിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നതല്ല, നമ്മൾ പിന്നീട് കാണാൻ വന്നത്. എന്നെ ഏതാണ്ട് ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാണിക്കാൻ കൊണ്ടുവന്നത്. മത്സ്യം വാങ്ങിക്കാനായിട്ട് പോവുകയാണ്.
വലക്കാർ വന്ന് അടുക്കും. അപ്പോൾ അവരേത് മീൻ വാങ്ങാനായിട്ടാണ് താഴോട്ട് ഇറങ്ങുക. അപ്പോൾ നമ്മുടെ സർവീസ് ബോട്ടാ, ലൈൻ ബോട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ കാണാം. വാ, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. മീനുണ്ടോയെന്ന് ഞാൻ അറിയാതില്ല, എല്ലാവരും മേടിച്ചിട്ട് പോയാൽ അറിയത്തില്ല. വാ, ഇതെന്തുവാ ഈ കെട്ടടം? ഇല്ലേ ഇല്ലയോ? പണിപ്പാളി രണ്ടും ഇല്ലയോ? വാങ്ങിച്ചിട്ട് ₹100 എനിക്ക് കിട്ടണം. അത് ഇത് കൊടുത്താ എനിക്ക് ₹100 കിട്ടണം. ₹100 കിട്ടണം. അതിൽ അത് അങ്ങനെ പറയത്തില്ല. ₹100 എനിക്ക് കിട്ടണം. ഇത് 4 ഉണ്ട്. എന്റെ നോക്ക്, ₹400 തരത്തില്ലയോ? ₹400 മീൻ തരത്തില്ലയോ? അത് കൊടുക്കട്ടെ, അത് വാങ്ങിച്ചിട്ടേക്കാന്നോ? ഒരു ഡയലോട്ട് ഇവിടെ മീനുണ്ട്, അത് കൊടുത്തെന്ന് തോന്നുന്നു. കൊടുത്തില്ല. വില പറഞ്ഞെടുക്കാം. കൊടുത്തില്ല. ഒരു വില പറഞ്ഞോണ്ടിരിക്കുക. നമ്മൾ അതിനകത്ത് ഇരിക്കണ്ടല്ലോ. അയ്യോ, വേണ്ട, ₹50 കിട്ടണം. തെറിച്ചു പോയായിരുന്നു. എലപ്പാട് വെലപ്പാട്ടും കടുക്കായും എല്ലാം. ഞാനെന്തുവാ എവിടെ കൊണ്ടില്ല. വേണ്ട, വേണ്ട. വെള്ളത്തിൽ എടുത്തിട്ട് തെറിച്ചു പോയതാ. ഏതാടാ ഇത്? കുളം കെട്ടി. ആ, അത് ശരി. ആണോ? മഴ പെയ്ത വെള്ളം ഇതില് അടിയുന്നുള്ള വെള്ളം. രണ്ടാണോ? എന്ത് മാത്രമാണ്? രാമേന്ദ്രപിള്ളയെ കണ്ടതുപോലുമില്ലല്ലോ. അമ്മയ്ക്ക് കൂടിയായ അയല കിടപ്പുണ്ടല്ലോ. അതിലല്ലേ പല മീനും. ഒരു പൊടി 2 ഉണ്ട്. 750 രൂപ വരെ ആയി. പരച്ചായിട്ട് പറയാമല്ലോ. $30 മില്യൺ വിലയാണ്. 30 മില്യൺ വിലയാണ്. 30 ഇതോ? ഇത് 55 മില്യൺ. അത് മീന പൂമീനാണോ? പൂമീന. ഇത് മതി. ₹1 കിട്ടും. കൊണ്ടുവന്ന് കാണാൻ
പിടിച്ചോളൂ. പേടിഞ്ഞൂടാ അപ്പൊ നമുക്കത് വേണ്ടല്ലോ. തള്ളി വെറും പൊടിക്കും തള്ളി തള്ളി മേടിക്കണോ? ഉണക്കാവോ? പിച്ചി ഉണക്കാൻ പിച്ചി എടുക്കാൻ പാടാ. ഉണക്കാനേ പറ്റത്തുള്ളൂ. പിച്ചി എടുക്കാൻ കറിക്ക് നമുക്കിത് വേണ്ടത് വെറും പൊടിക്കും വെച്ച് ഉണക്കാനേ പറ്റും. വേണ്ടായോ? വേണ്ട. എടുത്താലേ നോക്കിപ്പോ ആ കൊഞ്ചേ അതെ അത് ഉണക്കാൻ പറ്റത്തേ ഉള്ളൂ. അത് പിച്ചി എടുക്കാ ഒന്നുമില്ല. ഉണക്കാനേ പറ്റില്ല, ഒന്നും പറ്റത്തില്ല. അപ്പൊ വെറും ചെറിയ കൊഞ്ച് അത് നമുക്ക് പിച്ചി എടുത്താലും ഒന്നുമില്ല അതിനകത്ത്. അതിൽ കറി വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ഈ തിരിച്ചു പോരുന്നു. ഇനി അടുത്ത എടച്ചാലി പാലത്തിൻ്റെ ഇടയ്ക്ക് പോയി നമുക്ക് മീനുണ്ടെങ്കിൽ അവിടെ കാണും. ഉണ്ടാവത്തില്ല. മീൻമാറ്റം നീരുമാറ്റം എന്ന് പറയും. അപ്പോൾ ആ നീരുമാറ്റത്തിനനുസരിച്ചാണ് മീൻ കിട്ടുന്നത്. അപ്പം ഞണ്ട് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ ഞണ്ടും ഇല്ല. നമ്മൾ ഇത്രയും നേരം വന്നിട്ട് ഒരു 1.5 മണിക്കൂറോ 1 മണിക്കൂറിൽ കൂടുതലായി നമ്മൾ വന്നിട്ട്. മീനൊന്നും അതിന് ശേഷം ഒരു 4 വള്ളക്കാരാണ് വന്നത്. അപ്പം 4 വള്ളത്തിലും ഒന്നുമില്ല. അവർക്ക് തുച്ഛമായ ഒരു 500-600 രൂപയുടെ മീനൊക്കെ അത് നേരത്തെ വന്നിരിക്കുന്നവർ മുമ്പേ അവരങ്ങ് മേടിക്കും, കച്ചവടക്കാരൊക്കെ. നമ്മൾ വീണ്ടും തിരിച്ച് അടുത്ത പാലത്തേക്ക് നമ്മൾ വന്ന പാലത്തെ തന്നെ കയറി. ഇതെന്തോ ഇത്ര വെള്ളം കിടക്കുന്നു ഇവിടെ? വെള്ളമല്ല, നനവ്. വാ നടന്നു വാ. മീനിന് കവറൊക്കെ ആയിട്ട് വന്നേ. കവർ നമ്മുടെ കയ്യിൽ നമുക്ക് അപ്പുറം നിന്ന് കിട്ടാതിരിക്കണം. ഇതിപ്പോൾ നേരത്തെ വരുന്നു. നാളെ ഞായറാഴ്ച ആയതുകൊണ്ടേ വെള്ളമെല്ലാം നേരത്തെ കയറി വരും. കാരണം അവർ ഇന്നലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അവർ വീടുകളിൽ നിന്ന് ഇറങ്ങുന്നതാണ്. രാത്രിയിലേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ചിലർ കടകളിലൊക്കെ കയറി കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നേരത്തെ വന്ന് വരുന്നവർ രാത്രിയിലെ ഉറക്കക്ഷീണമൊക്കെ കൊണ്ട് അവർ നേരത്തെ തിരിച്ചു പോവുക. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് എടച്ചാലി പാലത്തിലെ ചെന്ന് മീനുണ്ടോ, എടച്ചാലി പാലത്തിൻ്റെ താഴെ ഇതുപോലെ ഒരു വള്ളക്കടമുണ്ട്. അപ്പോൾ അവിടെ മീനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുറേ പുളി നമുക്ക് പറക്കിയെടുക്കാം. ഇത് കേട്ടോ, ഇവിടെ ആരും പറക്കത്തില്ലെന്ന് തോന്നുന്നു. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇങ്ങോട്ടിട്ട് പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തേ ഈ പുളി ഇതുപോലെ പിഞ്ച പുളിയാകുമ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ രാവിലെ ഉപ്പുമായിട്ടാണ് പോകുന്നത്. ഉപ്പും പിഞ്ച പുളിയായിട്ട് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് പഴുത്ത് കഴിയുമ്പോൾ കണ്ടോ, ഇത് കണ്ടപ്പോഴേ വായി കൂടെ വെള്ളം വരുന്നു. സൂപ്പർ. ഈ പുളി കഴിച്ചപ്പോഴേ ചെറിയ കൊച്ചുനാളിലെ കാര്യം ഓർമ്മ വരുന്നു. പുളി കണ്ടപ്പോഴേ നല്ല ടേസ്റ്റ്. ഓ, പണ്ട് സ്കൂളിൽ പോയ ഓർമ്മയൊക്കെ ഈ പുളി കഴിച്ചപ്പോൾ വരുന്നത്. നല്ല രുചി. വീട്ടിൽ ചെന്ന് കഴിക്കാൻ ബാക്കി എന്തായാലും കൂടെ പറക്കട്ടെ. അതുണ്ടോ വെള്ളത്തില ഒരു വീടിൻ്റെ മുറ്റമല്ല, അവരുടെ ആണെന്നോന്ന് അറിയത്തില്ല. ഇത്
നമുക്കെന്തായാലും പറക്കി കഴിക്കാൻ കൊണ്ടുപോകാൻ ചേറ്. ഞങ്ങൾ മീൻ മേടിക്കണം. ഇവിടുത്തെ അല്ലയോ പുളിമരം ഇവിടുത്തെ അല്ലയോ? ആ പറക്കത്തില്ലേ ഇത്? ആ ഞങ്ങളഞ്ചാറ് എടുത്തേ കേട്ടോ. ആ പാ പക്ഷെ വലിയ എല്ലാം കുഞ്ഞു പുളികളാണ് കേട്ടോ. ഇത്രച്ചുള്ളതാണ്ട് കേട്ടോ, ഇത്രച്ചുള്ള പുളികളാണ്, വലിയ പുളിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പോവാ വേണ്ട. ഈ വീട്ടിലെ താമസക്കാരുണ്ടോ ഇപ്പോൾ? നമ്മൾ അറിയുന്ന ഒരാളായിരുന്നു. അവർ ഇവിടുന്ന് വേറെ മാറി താമസിച്ചെന്ന് തോന്നുന്നു. ഈ പാലം വന്നപ്പോൾ റോഡിനെടുത്തെന്ന് തോന്നുന്നു ഈ വസ്തു. അപ്പം എന്നിട്ട് ഈ വീടും എല്ലാം കൂടെ റോഡിനെടുത്ത്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉള്ള വീടുകളൊക്കെ കുറേ പോയിട്ടുണ്ട്. കുറേ വീടിൻ്റെ പകുതി ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റോഡ് പിന്നെ PW എടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരാ താമസിക്കുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ അറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ജങ്കാറിന് പോകുമ്പോൾ ജങ്കാർ ഇവിടുന്നായിരുന്നു. തൊട്ടപ്പുറം കാണുന്നത് ജങ്കാറിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ജങ്കാർ വന്ന് അടുക്കുന്ന പ്ലാറ്റ്ഫോം. അപ്പം നമ്മളവിടെ കൊണ്ടുവന്ന് ജങ്കാർ നിർത്തുന്നത് വരെ നമ്മളിവിടെ കാത്തിരിക്കും. ഈ വീടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുമായിരുന്നു. ജങ്കാർ വരുന്നുണ്ട് വരെ വെയിൽ കൊള്ളാതെയൊക്കെ നമുക്ക് സൗകര്യം. ആ വീടിൻ്റെ ഷേപ്പൊക്കെ ഇപ്പം മാറി. ഇപ്പം ഇങ്ങനെ അല്ലായിരുന്നു. മറ്റേത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തിണ്ണയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ ആ തിണ്ണയൊന്നുമില്ല. അവിടെ ജങ്കാർ വരുന്നിടം വരെ നമ്മളിരിക്കും. ആ വീട് തന്നെയാണോ? അത് ഇവിടുത്തെ പൊളിച്ചില്ലയോ? ആ വീട് ഇവിടെ ഇല്ലേ നമ്മൾ ഇരിക്കുന്ന വീട്? അത് വേറെ വീടാ ഇല്ലയോ? അപ്പൊ ഇവിടെ ആയിരുന്നു ആ വീടുള്ളത്? അല്ലല്ല, ഇവിടെ 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 ഇത് അവര് കാശ് കിട്ടിയില്ലേ? ആ അത് അങ്ങനെ പൊളിച്ചവര്. ആ ഈ സൈഡിനോട് ചേർന്നേക്കും. പത്തല്ലേ 2 കൊഞ്ചുണ്ട്, ഒരു പൂമീനുണ്ട്. ചെറുതാ. ഇതിലൊന്നുമില്ല, കാറില്ല. കാറിൽ മാത്രമേ ഉള്ളൂ. കാറിൽ വേളൂര എന്ന് പറയുന്ന മീൻ ആണോ? അല്ല, നിന്നാപ്പൊടിയോ. ഭൂമി വേണോ? മേടിക്കുന്നു. ചെറുതാ. ഒരു 2 ഇതുണ്ട് കൊഞ്ച്, കാരക്കൊഞ്ചുണ്ട്. അത് 400 രൂപ വില പറയുന്നു. 400 അല്ല 500. ഭയങ്കര വില. മേടിച്ച് 500 രൂപയ്ക്ക് മേടിച്ചാൽ തന്നെ ഒരു നല്ല എല്ലാവർക്കും കൂടെ ഉള്ളൊരു കറിക്കില്ല അത് കാര്യം. ആ കുറേ നേരം കൊണ്ടേ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങോട്ടത്തെ മൊബൈൽ കരിമീനെ വേണ്ട വേണ്ട. നമുക്ക് വേണ്ട. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? അവിടെ ഈ കിടക്കുന്നതല്ല, അതിനകത്തുണ്ടോ? വേറെ ഐറ്റം ഉണ്ടോ?
അതൊക്കെ വേറെ ആളുണ്ട്. ചേട്ടാ ചേട്ടാ അത് ഞണ്ടാന്നോ? അതിൽ ഞണ്ടാന്നോ? ആയിരിക്കും, ചോദിച്ചു നോക്കി. കണ്ട ബോക്സ് ഇരിക്കുന്നേ. ആ അതിൽ ഞണ്ടുണ്ടോ? ഉണ്ടതാണ്ട അപ്പം അരി ഞണ്ടുണ്ടെന്ന് അരി ചോദിക്കാൻ പറഞ്ഞു അച്ഛൻ. അതാ എപ്പോഴേ ചോദിക്കാനല്ല പറഞ്ഞോണ്ട, നമ്മളറിയത്തില്ലല്ലോ. ആ അതാ വിലക്കെടുക്കത്തെ അത് വേണം എടുക്കാം. പാത്രമില്ലല്ലോ കൊണ്ടോ, എടുത്ത് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി. കൊടുക്കാൻ നോക്കിയാൽ തൂക്കുന്ന ഒരു ഞണ്ടുണ്ട്. ഇതൊക്കെ എടുത്ത് നോക്കണം, നല്ല ഏമാക്കെല്ലാം രണ്ടേ ഉള്ളല്ലോ. രണ്ടോ മൂന്നോ ഇറങ്ങി പോകുന്നു. ഞണ്ടാണത്. മീൻ വെള്ളം ഉണ്ടോ? വെള്ളം ഉണ്ടാവും. ആരും നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ചെടുക്കുക. ഞാൻ നിങ്ങളെല്ലാം ഒന്നിച്ചെടുക്കുന്ന ആളുകളടക്കുമ്പോൾ ഞാൻ ചില്ലറ കിട്ടുന്നത് എങ്ങനെയാണ്? സംഭവം ഇത് രണ്ടോ ചാടി നല്ല പെട്ടി നോക്കാൻ ഉണ്ടോന്ന് അല്ല ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ഒന്നിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ നോക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. കൊണ്ടുവന്നേലേ അതൊക്കെ ഞണ്ടുള്ളത്. ഇത്ര ഞണ്ടുണ്ട് എടുത്ത് കൊടുത്തത്. നിങ്ങളൊക്കെ ആവശ്യമില്ലാത്ത മൊത്തം ത്രാസുണ്ടോ? ഞാൻ മേടിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഇത്. അല്ലേ തന്നിട്ടുള്ളതാ. ത്രാസില്ലാതെ എന്താ വിലക്കുണ്ട് ഇത്? 250 രൂപ ചെന്നാൽ മതി. ഞാൻ കൊടുത്ത പൈസ ചോദിച്ചുള്ളൂ, തോനെയല്ല. അതിൽ വല്ലതും ഉണ്ടോ? 250. എത്ര രൂപയ്ക്ക് ഉണ്ട് ചേട്ടാ? കൊടുത്ത പൈസ എന്ന് പറയുമ്പോൾ പുള്ളി നമ്മളോട് അങ്ങനെ പറയുന്ന ആളല്ലല്ലോ. തിരിച്ചുതരാം. സാറേ വെള്ളത്തിൽ പോകുന്നേ. ഞാൻ കൊടുത്ത 50 രൂപ എനിക്ക് കിട്ടണം. ഒന്നാം തീയതി സാറേ രണ്ടോ നേരം നമ്മൾ അറിയുന്ന ആളാണ്. 500 രൂപ വിലയുണ്ട്. ഞാൻ ഇല്ലാത്തതുകൊണ്ട് 200 രൂപ 50 രൂപ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് മേടിക്കാം. പിടിച്ചോ. നല്ലതുണ്ടോ? അപ്പോൾ നമ്മൾ ഞണ്ട് മേടിച്ച് 500 രൂപ കൊടുക്കണം. എല്ലാം കൂടെ കലർത്തി തരും. ഇവർക്ക് തിരിഞ്ഞ് ഞണ്ട് കിട്ടത്തില്ല. വിൽപ്പത്ത് വരുമ്പോഴേ കണ്ടയുണ്ട് വരും, പിന്നെ ഓട്ടയുണ്ട് കാണും, എല്ലാം കാണും. എത്ര 250 വേണോ? കള്ളം പറയല്ലേ. 200 മതിയെന്നോ? 4 മണിക്ക് വരുന്നത്. അപ്പൊ 50 രൂപ ചായ പിടിക്കാം. 200 രൂപ കൊടുത്തേ. കള്ളം പറയുന്നത്. ഞങ്ങൾക്ക് ഈ ഞണ്ട് വളരെ അത്യാവശ്യമായിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. എനിക്കത് കാരണം ഞങ്ങൾക്ക് അറിഞ്ഞില്ല. ഞണ്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇടുക്കിയിൽ നിന്ന് 2-3 പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അല്ല ഇത്ര വില കൊടുത്ത് നമ്മൾ വേണ്ടാലോ. നമുക്കിവിടെ ചൂണ്ടയിട്ടാലും കിട്ടും ഇതുപോലെ. പക്ഷെ നമുക്ക് ആവശ്യം വരുന്ന സമയത്തൊന്നും കിട്ടത്തില്ല. നമ്മളവിടെ കൂനയ്ക്ക് കിടന്ന് കണ്ടിട്ട് പോരുന്നതാണ്. ഇവിടെ കൊടു നീ കൂടെ വാങ്ങി. ഇത് വാങ്ങിരാ, അത് വാങ്ങി.
മീൻ വേണ്ടല്ലോ, കൊഞ്ച് മതിയല്ലോ. 100 രൂപയ്ക്കാ. ഏ കവറ് ഈ കവറിലോട്ട് ഇങ്ങ് ഇട്ടാൽ മതി കോരിയിട്ട്. കഴിഞ്ഞോ ഇതില്? നമ്മൾ 100 രൂപയുടെ കൊഞ്ച് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തേക്കുള്ള ആവശ്യം നമ്മൾ വേറെ ഇച്ചിരി മീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കൊണ്ടുവരും, കരിമീൻ. അപ്പോൾ നമുക്ക് ഞണ്ട് 250 രൂപ ആയി. നല്ല രണ്ട് ഞണ്ട കേട്ടോ. വീട്ടിൽ പോയിട്ട് കാണിക്കാം ചേട്ടാ. ഒരു 10 രൂപ എടുക്കണ്ടേ ചേട്ടാ? ഇങ്ങോട്ട് 50 രൂപ. അപ്പോൾ നമ്മൾ ഞണ്ട് മേടിച്ച് കൊഞ്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ അവർക്ക് ഞണ്ടൊന്നും ഇല്ലല്ലോ, അവർ കണ്ടു കാണാൻ സാധ്യമല്ലേ നമ്മൾ ഈ ജീവനുള്ള ഞണ്ടൊന്നും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ചതാണ് നമ്മളിത്. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാമല്ലോ. വാവയിൽ നിന്നൊക്കെ ഇതുവരെ ഞണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇത്രയും കൊഞ്ചുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. ഇനി വീട്ടിൽ കൊണ്ട് നമുക്ക് പാത്രത്തിൽ തട്ടിയിട്ട് കാണാം അല്ലേ. വാങ്ങിച്ചുകൊണ്ടുവന്ന കൊഞ്ചും ഞണ്ടും നമുക്ക് അതിന് പാത്രത്തിൽ തട്ടി.